ഞാൻ കേക്കിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് വർക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഫോട്ടോൻ്റെ ഡ്രൈ ആയ വർക്കുകളൊക്കെ. അതൊക്കെ എടുത്ത് ഓരോരുത്തർ ഇതാ കണ്ണിലും മൂക്കിലൊക്കെ കൊടുക്കുന്നുണ്ട്. അവരെന്നെ സ്വയം മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇവരടിയിലൊക്കെ ഇതൊക്കെ ചെയ്തെടുക്കാനുള്ളൊരു പണിയായി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡോൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഡോൾ കേക്ക് ഡിസൈൻ ചെയ്തതും ചെറിയൊരു ഫോണ്ടൻ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു വർക്ക് കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. കൂടുതൽ വർക്കുകളൊന്നുമില്ല, ചെറുതായിട്ട് ഫോണ്ടൻ്റ് വെച്ചിട്ടൊരു വർക്കേ ഉള്ളൂ. ഈ ഒരു ടൂൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതാണ് അത് കഴിക്കാൻ പിടിച്ചിരിക്കുന്നില്ല. ഇതിൻ്റെ ഇത് നമ്മളെ ഇതല്ലേ പ്ലങ്ങർ, ഫ്ലവറിൻ്റെ പ്ലങ്ങറാണത്. ഇതും ഇതിൻ്റെ നേരെ ചെറുതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ, അതായത് രണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഫോണ്ടൻ്റ് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത് ഇതിൻ്റെ പിങ്കാണ് പിന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇങ്ങനത്തെ പിങ്ക് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്തോ അതിൻ്റെ ഇതളുകളൊക്കെ ഒന്നും കണ്ട് പൊന്തി നിന്നോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ കേൾക്കുമ്പോഴത്തെ ഫുള്ള് വർക്ക് കേട്ടോ. പിന്നെ വേറൊരു വർക്ക് കൊണ്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ രണ്ടാമത് ഉപയോഗിച്ചത് ഇതാണ്, നമ്മൾ ബോ ഡിസൈൻ ചെയ്യണ മോൾഡ്. നമ്മൾ ഡോളിൻ്റെ ഹെയറിൽ ചെറിയൊരു ബോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു പോലെ ഫോണ്ടൻ്റ് നിറച്ചിട്ട്, ഇതിലൊക്കെ കുറേ ഇത്തിരി തുള്ളി ഫോണ്ടൻ്റ് മതിയിട്ട് ഇതിലേക്കൊക്കെ ഒരുപാടൊന്നും വേണ്ട. ചെറിയൊരു പീസ് എടുത്തിട്ട് അതൊന്ന് ഉരുട്ടിയിട്ട് അതിൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. എക്സസൈസ് നിൽക്കുന്ന ഭാഗം ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്നുകൊണ്ട് ഇല്ല, നല്ല കറക്റ്റ് പോ കണ്ടില്ലേ. ഇതുപോലെ ഒരു വലുതും അതേപോലെ ഒരു ചെറുതും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതേപോലെ ഒരു പിങ്കിലാണ് പിന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എയറിൽ കൊടുത്തുകയാണ്. അപ്പോൾ ഞാൻ ചെയ്ത് വന്നപ്പോൾ ഏതായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ വർക്ക്, പ്രത്യേകിച്ച് ഒന്നും വർക്കില്ല. ഫോണ്ടൻ്റ് പരത്തുക, ഈ പ്ലങ്ങർ വെച്ചിട്ട് ഓരോ ഫ്ലവർ ചെറുതും വലുതുണ്ടാക്കുക, എന്നിട്ട് സെറ്റാക്കി വെക്കുക. പിന്നെ ഇതിൽ ചെറിയ 2 ബോൾ ഉണ്ടാക്കിയിട്ട് എയറിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. പിന്നെ അതിൻ്റെ സ്കേർട്ട്, ഡോളിൻ്റെ സ്കേർട്ട് ഉണ്ട്, അത് പരത്തിയിട്ട് ഒരു സൈഡ് മാത്രം നെറിയെടുത്ത് വെക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. ആ സമയത്ത് വെക്കുന്ന സമയത്ത് ഞാനത് പരത്തി ഓൾറെഡി പിന്നെ ഡ്രൈ ആക്കാൻ വെച്ചിരിക്കണ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഇത് വെച്ചിട്ടുള്ള പരിപാടി എന്താണത്. നമ്മൾ ഡോളിൻ്റെ ഡ്രസ്സൊക്കെ അത് അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോളിന് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഫോണ്ടൻറ്റിൻ്റെ ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം തൂക്കിയപ്പോൾ ഏറിയിട്ടുണ്ട്, അതൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലായാലും പ്രശ്നമാണ്. അപ്പോൾ ആദ്യം യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് അതൊന്ന് എല്ലാ ഭാഗം ഡോളിൻ്റെ ആ ഒരു ബോഡിയിൽ പിടിക്കുന്ന രീതിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഡോളിൻ്റെ ആ ഒരു നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ വെച്ചാൽ അവിടെ കറക്റ്റ് ചെയ്ത് വെക്കുക. കൈയൊക്കെ മുകളിലേക്ക് പൊന്തിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഡോളിൻ്റെ സ്കേർട്ടാണിത്. സ്കേർട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ പരത്തിയിട്ട് ഒരു സൈഡ് ഈ മുകൾ ഭാഗം മാത്രം ഒന്നിങ്ങനെ നേറിയെടുത്തിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ എന്താവും അതുകൊണ്ട് ഒട്ടി പിടിക്കുമല്ലോ. താഴ്ഭാഗം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതേപോലെ ഫ്ലയർ ആയിട്ടാണ് ഇട്ടിക്കാണ്. അപ്പോൾ ആ ഒരു ഫ്ലയറും ആ ഒരു ഫ്ലീറ്റൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളം തൂക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. സെൻറ്ററിലെ ഭാഗം മാത്രം മതി കേട്ടോ, ബാക്കൊന്നും വേണ്ട. ഈ സെൻറ്ററിൽ ഈ വൃത്തിയോട് ഒന്ന് പോയി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബെൽറ്റ് മാതിരി എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അതിനും കുറച്ച് ആ ബെൽറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് വെള്ളം ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനൊരു വെള്ള ഫോണ്ടൻറ്റും അതേപോലെ ഒരു പിങ്ക് ഫോണ്ടൻറ്റും കൂടി ഇങ്ങനെ പിരിച്ചെടുത്തത് കേട്ടത്. എന്നിട്ടൊരു ബെൽറ്റ് പോലെ അരഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൻ്റെ ആ ഒരു ഇത് എന്താ പറയുക, നമ്മുടെ വിരലുണ്ടല്ലോ നഖം കേൾക്കുമ്പോൾ ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ. ടച്ച് ചെയ്താൽ പോയി, പിന്നെ വൃത്തിയിടായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലവേഴ്സാണ് ഇതൊക്കെ കേട്ടോ. ആ പിങ്ക് ഫ്ലവേഴ്സും വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇതേപോലെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്താ ചെയ്യുക, ഈ സ്കേർട്ട് പോർഷനിലൊക്കെ കൊടുക്കുക.
ഒരു ചെറുത് വലുത് അങ്ങനെ ആ ഒരു ലെവലിൽ എങ്ങനെ വെച്ചാൽ കൊടുക്കുക. പിന്നെ അരൻ്റെ ഭാഗത്ത് കുറച്ചും കൂടിയൊക്കെ ഒരു വൃത്തിയുടെ കാണിക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക ടച്ചിങ്. അപ്പോൾ അവിടെ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക അവിടെ ഇങ്ങനെ നമ്മൾ രണ്ട് പാർട്ടല്ലേ സ്കേർട്ടും ഇതും കൂടി അതിങ്ങനെ നമ്മൾ വെച്ചപ്പോൾ ഉള്ള ആ ഒരു വൃത്തിയുടെ അത് ഇപ്പോൾ ഏതായാലും പോയി കിട്ടി. ഇപ്പോൾ കുറച്ച് ഫ്ലവേഴ്സും ബെൽറ്റൊക്കെ കൊടുത്തപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ വന്നു. ഇനി നമുക്ക് മുകൾ ഭാഗത്തും കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒക്കെ മുകൾ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് റൗണ്ട് ചെയ്ത് കേക്ക് പ്ലെയിനായി എടുക്കല്ലേ, അപ്പോൾ കേക്ക് മേലെ എന്തെങ്കിലും വർക്ക് വേണ്ടേ, അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് കേക്കിൽ റൗണ്ടായിട്ട് ഇങ്ങനെ കൊടുക്കാം. കസ്റ്റമൈസ്ഡ് വർക്ക് കേട്ടോ, കസ്റ്റമർ വിട്ടുന്ന ഫോട്ടോസ് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പണികളൊക്കെ തീർന്നു. പെട്ടെന്ന് പരിപാടി തീർക്കട്ടെ. നല്ലൊരു ഭംഗിയുള്ളൊരു കേക്ക് വേണം കേട്ടോ. ഞാൻ ഹെയർ ഞാൻ റബ്ബർ ഇട്ടതാണ്, പിടിച്ച് കെട്ടിയത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റൈലിന് ഒരു ബോ തലയിൽ വെക്കുന്നത് നല്ലതാവും. അപ്പോൾ ഒരു സൈഡിലായിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒരു സൈഡിലായിട്ട് ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ബോ വൈറ്റിലും പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ബോ ആണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ തലയിൽ വരുന്ന രീതിയിലാവും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുത്തിൽ ചെറിയൊരു മാല അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ മോളെ പേരാണ് കേട്ടോ. പേര് ലെറ്റേഴ്സൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ വെക്കട്ടെ, നല്ല പിന്നെ കറക്റ്റിൽ നമുക്ക് ബോർഡിൽ വെക്കാൻ കഴിയുള്ളൂ. എൻ്റെ വർക്കുകളൊക്കെ എടുത്ത് ഓരോരുത്തരുടെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതാണ് നമ്മൾ ഫൈനൽ ലുക്ക് കേക്കിൻ്റെ. ആ ഒരു ഫ്ലീറ്റൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കുമ്പോൾ അങ്ങനെ അമർന്ന് നിൽക്കരുത്, അമർന്ന് നിന്നാൽ ആ ഒരു ഭംഗി പോകും. പ്രസ് ചെയ്യരുത് ഫ്ലീറ്റിലൊന്നും, താഴേക്ക് പോകുന്ന ആ ഒരു പോർഷനിൽ കേട്ടോ. അങ്ങനെ കുറച്ചങ്ങനെ പൊങ്ങിയിട്ടേ നിൽക്കണം, നല്ല ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.